ആൻഡമാനിലെ സംഭവ വികാസങ്ങൾ, അതായത് 50 വർഷത്തെ തടവ് ശിക്ഷയുമായിട്ടാണ് സവർക്കർ ആൻഡമാനിലേക്ക് സെല്ലുലാർ ജയിലിലേക്ക് വരുന്നത്. അപ്പോൾ ജയിലിലേക്ക് കയറുന്നതിന് മുന്നേ അതിൻ്റെ ആ ഒരു നെയിം പ്ലേറ്റ്, അതായത് 50 വർഷത്തെ തടവ് ശിക്ഷ എന്നുള്ള നെയിം പ്ലേറ്റ് എടുത്ത് നോക്കുമ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, ദൈവമേ 50 വർഷമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി എന്ന് പുറത്തിറങ്ങും? അപ്പോൾ സവർക്കർ പറയുന്നൊരു മറുപടിയുണ്ട്, അതിന് ബ്രിട്ടീഷ് സാമ്രാജ്യം 50 വർഷം നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് എന്നുള്ളൊരു മറുപടി അന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 6 മാസം സോളിറ്ററി കൺഫൈൻമെൻ്റ് ഒക്കെ കൊടുത്ത് കയ്യിലും കാലിലും ചങ്ങലയിട്ട്, ഒരാളോട് സംസാരിച്ചാൽ ചങ്ങലയിടുകയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള മുറിയിൽ അടക്കുകയാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ്, അത് എന്ത് ചെയ്തിട്ടാണ്? അതും ഇന്ത്യയിലല്ല കഷ്ടപ്പെട്ടത്, ബ്രിട്ടനിൽ പോയിട്ട് അവിടെ നിന്ന് അവിടുത്തെ എല്ലാ ലൈബ്രറികളിലും കയറി ഇറങ്ങി നടന്ന് 1857 ചരിത്രം ഫുള്ളെടുത്ത് ഒരു പുസ്തകമാക്കിയ ഒരാളെയാണ് ഇത്ര മോശമായി ഇന്നത്തെ തലമുറയിലേക്ക് കൊടുക്കുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ സവർക്കറുടെ ജീവിതത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ വലിയ ഒരു പാഠപുസ്തകമായിട്ട് സവർക്കറുടെ ജീവിതം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ മാപ്പപേക്ഷയാണ് ഇവർ ആകെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പ്രശ്നം. 5 പ്രാവശ്യം 6 പ്രാവശ്യം മാപ്പപേക്ഷ നൽകി എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആരും പറയുന്നില്ല, മാപ്പപേക്ഷ നൽകിയിട്ടും എന്തുകൊണ്ടാണ് സവർക്കറെ മോചിപ്പിക്കാതിരുന്നത് ബ്രിട്ടീഷുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ മോചിപ്പിച്ചല്ലോ. ബ്രിട്ടീഷുകാരെ മാപ്പപേക്ഷ നൽകി ആദ്യം മോചിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്നത് എസ് ഐ ഡാങ്കയാണ്. കോൺപൂർ ഗൂഢാലോചന കേസിൽ, കോൺപൂർ കേസിൽ 4 വർഷം വെറും 4 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടപ്പോഴേക്കും ബ്രിട്ടീഷുകാരോട് മേഴ്സി പെറ്റീഷൻ കൊടുത്ത് മാപ്പപേക്ഷ കൊടുത്ത് പുറത്തു വന്നയാളാണ് എസ് എ ഡാങ്കെ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പുറത്തു വന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒരുപാട് പേര് പല ജയിലുകളിൽ നിന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പുറത്തു വന്നു. അപ്പോൾ എന്നാൽ ഒരു കാരണവശാലും പുറത്തു വിടാതിരുന്നത് സവർക്കറെയാണ്. സവർക്കറുടെ ഓരോ മാപ്പപേക്ഷയെ സംബന്ധിച്ചും ബ്രിട്ടീഷുകാർ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന് ശേഷം ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ ബ്രിട്ടീഷ് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് ഇയാൾ പറയുന്നത് വിശ്വസിക്കരുതെന്നായിരുന്നു. ഇയാൾക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല ഇയാളുടെ മുഖത്തത്. ഇയാൾ ഈ കൊടുക്കുന്ന മാപ്പപേക്ഷ ആത്മാർത്ഥമല്ല, ഇതൊരു അടവുതന്ത്രമാണ് എന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബ്രിട്ടന് റിപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ടാണ് സവർക്കറെ വിടാതിരുന്നത്. ഇപ്പോൾ ബായി പരമാനന്ദനെ പോലും വിട്ടു. ബായി പരമാനന്ദ് വലിയൊരു വിപ്ലവകാരിയായിരുന്നു. ബായി പരമാനന്ദനെ വിട്ടു, പക്ഷേ സവർക്കറെ വിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് സവർക്കറെ വിട്ടില്ല? ഈ ചോദ്യത്തിന് ഉത്തരം തരണ്ടേ? എന്തുകൊണ്ട് സവർക്കറെ മോചിപ്പിച്ചില്ല? ഇപ്പോൾ സവർക്കർ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇപ്പോൾ വൈജിത്ത് പറഞ്ഞ പോലെ എണ്ണിയാലൊടുങ്ങാത്ത വേദനകളും ഒക്കെയാണ് സവർക്കർ അനുഭവിച്ചത്. ഈ സവർക്കർ എഴുതിയിട്ടുള്ള മാപ്പപേക്ഷ ആരാണ് പുറം ലോകത്തെ അറിയിച്ചത്? ആദ്യം സവർക്കറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫോർ മൈ ലൈഫ് എന്നുള്ള പുസ്തകത്തിലാണ് സവർക്കർ ഈ മാപ്പപേക്ഷ മുഴുവൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ എഴുതിയ കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്ക് എഴുതിയ കത്ത്, അത് മുഴുവൻ സവർക്കർ തന്നെ പുറത്തേക്ക് വെളിപ്പെടുത്തുന്നത്. ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാത്തൊരു വ്യക്തിത്വമാണ്. അപ്പോൾ സവർക്കറിൻ്റെ സ്വാതന്ത്ര്യ സമരം സവർക്കർ ഇന്ത്യയിൽ മാത്രം നടത്തിയ സമരമല്ല. അപ്പോൾ സവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എവിടെ? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ പോയി ബ്രിട്ടനെതിരായി സമരം ചെയ്ത ഒരാളാണ് സവർക്കർ. ബ്രിട്ടനിൽ പോയി ബ്രിട്ടനെതിരെ സമരം ചെയ്തത് നെഹ്റു ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം അവിടെ പോയി പഠിച്ചിട്ട് വരുമായിരുന്നു. അവിടെ പോയി പഠിച്ചിട്ട് വരികയായിരുന്നു. നെഹ്റു ചെയ്തിട്ടില്ല. ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന പലരും, അവരൊന്നും ഞാൻ അവരെ കുറച്ച് കാണുകയല്ല. പക്ഷേ ബ്രിട്ടനിൽ പോയി ബ്രിട്ടനെതിരെ സമരം ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് സവർക്കറിന് പകരം വയ്ക്കാൻ വേറെ ആരുണ്ട്? അപ്പോൾ ഇതുകൊണ്ട് ഞാനതുകൊണ്ടാണ് പറഞ്ഞ് ഇത് വളരെ ആസൂത്രിതമായി സവർക്കറിൻ്റെ പേര് ഈ രീതിയിൽ ഒരു മാപ്പപേക്ഷ നൽകി രക്ഷപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് നരേറ്റീവ് സൃഷ്ടിച്ച് കൊണ്ടുവരുന്നത് വളരെ ആസൂത്രിതമായിട്ട് ഹിന്ദുത്വ ആശയത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ്. ഹിന്ദുത്വ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരെ മാനസികമായി തകർക്കുക, ഇത് ലക്ഷ്യമാണ്. ഇപ്പം മാപ്പപേക്ഷ നൽകാതെ ആരാ പുറത്തു വന്നിട്ടുള്ളത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1919 നാഭ ജയിലിൽ കിടന്ന സമയത്ത് മാപ്പപേക്ഷ കൊടുത്തിട്ടല്ലേ പുറത്തു വന്നത്? അച്ഛനാണ് മാപ്പപേക്ഷ കൊടുത്തത്. 1924 കോൺപൂർ ഗൂഢാലോചനയിൽ എസ് എ ഡാങ്കെ, കമ്മ്യൂണിസ്റ്റ് നേതാവ്,
എസ് എ ഡാംഗയുടെ ആ മാപ്പപേക്ഷയാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എസ് എ ഡാങ് ക്രോസ് എന്താണ് ബോംബെയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിൻ ഈ വിഷയം 1964 പബ്ലിഷ് ചെയ്തു. ഈ മാപ്പപേക്ഷയെ ബന്ധപ്പെട്ട ഈ വിഷയം പബ്ലിഷ് ചെയ്തു. ആ മാഗസിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ വിഷയം അതിൽ 2 വിഭാഗങ്ങളായി. പിന്നെ ഇവർ പറയും ഞങ്ങൾ മറ്റേ ദേശീയ ജനാധിപത്യവും പിന്നെ എന്താണ് വർഗ ജനാധിപത്യവും തമ്മിലുള്ള തർക്കമാണ്. ജനകീയ ജനാധിപത്യവും ദേശീയ ജനാധിപത്യവും 2 താത്വിക വിഷയങ്ങളാണ് പിളർപ്പിലേക്ക് നയിച്ചത് എന്നൊക്കെ പറയും. വസ്തുത അതല്ല. വസ്തുത ഈ ഡാംഗയുടെ മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉരുണ്ടുകൂടിയാണ് അത് വിഭജനത്തിലേക്ക് നയിച്ചത് 1964. അപ്പോൾ മാപ്പപേക്ഷ നൽകിയിട്ടല്ലേ ഇവരെല്ലാം പുറത്തു വന്നത്. അപ്പോൾ സവർക്കറുടെ മാപ്പപേക്ഷയെ മാത്രം എടുത്ത് പർവ്വതീകരിച്ച് അതിനെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ അതുകൊണ്ട് പറഞ്ഞ് സവർക്കർ ഒരു ഹിന്ദുത്വ ആശയത്തിൻ്റെ പ്രചാരകനായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സവർക്കറെ ലക്ഷ്യം വയ്ക്കുന്നത്.